Hi friends, welcome to Neethas Tasteland. നമുക്കിന്ന് ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കറി ഉണ്ടാക്കിയാലോ. ചപ്പാത്തിയുടെ കൂടെ ആയിരിക്കും കൂടുതൽ നല്ല കോമ്പിനേഷൻ, അപ്പത്തിന്റെ കൂടെയും കഴിക്കാം. വേറെ ഒന്നല്ല, നമ്മുടെ വീട്ടിലുള്ള സോയ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ചില്ലി സോയയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇപ്പോൾ സോയ ചങ്ക്സിന്റെ നമ്മൾ സോയ ചങ്ക്സ് ഉലർത്തിയത് ഉണ്ടാക്കി, പിന്നെ സോയ ചങ്ക്സിന്റെ റെസിപ്പീസ് ഞാനിപ്പോൾ വീട്ടിൽ പലതും ചെയ്യുന്നുണ്ടെങ്കിലും വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ചില്ലി സോയ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ആ സബ്സ്ക്രൈബ് എന്നുള്ള ഐക്കണിന്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ എല്ലാ ദിവസവും വരുമ്പോൾ രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ആയി എന്നുള്ള ആ ഒരു മെസ്സേജ് അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമുക്ക് നമ്മുടെ ചില്ലി സോയ റെഡിയാക്കാം. നമുക്ക് നമ്മുടെ ചില്ലി സോയ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം സോയ ചങ്ക്സ് 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തതാണിത്. അതിനുശേഷം കട്ട് ചെയ്തതാണ്. ഒരു സോയ ചങ്ക്സ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വിനീഗർ, ചില്ലി സോസ്. ഞാനിപ്പോൾ റെഡ് ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോയ സോസ്, ടൊമാറ്റോ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, ഉപ്പ്, മൈദപ്പൊടി, സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും വൈറ്റ് പാർട്ടും എടുത്തിട്ടുണ്ട്. അത് രണ്ടും കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഷുഗർ എടുത്തിട്ടുണ്ട്, 3 സവാള. അപ്പം ഞാനിപ്പോൾ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 3 കളറിലെ ക്യാപ്സിക്കം ഉണ്ട്. എല്ലാം കുറച്ച് ഇത് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നത് വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെജിറ്റബിൾ ഓയിലും വെള്ളവുമാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സോയ ചങ്ക്സിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് സോയ ചങ്ക്സ് എടുത്തു വെച്ചിരിക്കുന്നതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മൈദപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തു. ഇതിലേക്ക് വളരെ കുറച്ച് നമുക്കൊരു 4 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് കളർ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സോയ ചങ്ക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ മുട്ട യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഞാനിപ്പോൾ മുട്ട യൂസ് ചെയ്യുന്നില്ല. ആദ്യം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയുടെ കളർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ സോസ് റെഡിയാക്കുമ്പോൾ സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാറില്ല. പക്ഷെ കാണാൻ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടോട്ടൽ ഇതിൽ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള 1/4 ടീസ്പൂൺ ഞാനിപ്പോൾ സോസ് റെഡിയാക്കുമ്പോഴാണ് ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സോസിന് കാണാൻ ഭംഗിയുള്ള ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർക്കുന്നത്. പൊടികൾ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഞാനിപ്പോൾ ടേബിൾ സ്പൂണിന് അളന്നെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പൊടികളുടെ കൂടെ മിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളുടെ കൂടെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ഒരു പോർഷനിൽ മാത്രമേ മിക്സ് ആവുള്ളൂ. പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് മിക്സ് ആയി വരും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ സോയ ചങ്ക്സിലേക്ക് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവറും മൈദപ്പൊടിയും എല്ലാം നന്നായിട്ട് പിടിച്ചു വരും. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓണിയനും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ക്യാപ്സിക്കും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ക്യാപ്സിക്കം കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇരുന്നത് കണ്ടില്ലേ, വലിയ പച്ചമുളകായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഒരു 6 അല്ലി വെളുത്തുള്ളി. സാധാരണ നമ്മുടെ നാടൻ വെളുത്തുള്ളി 6 അല്ലി എടുത്തിട്ടുണ്ട്. സവാള എടുക്കുമ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഓരോ പെറ്റൽസ് ആയിട്ട് അടർത്തിയിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ സാധാരണ അടർത്തിയിട്ടാണ് കറി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം പാനിലാണ് എണ്ണ ഒഴിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു പാനിൽ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിക്കണമല്ലോ. അപ്പോൾ ചട്ടിയിലാകുമ്പോൾ വേഗം കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ കുഴിവുള്ള ചട്ടിയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എണ്ണ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് സോയ ചങ്ക്സ് ഇടുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
സോയ ചങ്ക്സിന്റെ ഇൻസൈഡൊക്കെ ഒന്ന് കുക്കായി വരുന്നു. കുക്കാവാന്ന് പറഞ്ഞാൽ വലിയ കുക്കിംഗ് ടൈമൊന്നും ഇല്ല, എങ്കിലും അതിന്റെ ഇൻസൈഡൊക്കെ ഒന്ന് കുക്കായി ക്രിസ്പിയായി ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ചത്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇനി ഏറ്റവും ഈസി വഴിയായിട്ട് ഫോർക്ക് എടുത്തു. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിട്ട് തുടങ്ങി. അല്ലാതെ തന്നെ കളർ ചേഞ്ച് ആയി പോകണ്ടോ. ഇപ്പൊ നമ്മളിട്ട ആ പൗഡേഴ്സ് എല്ലാം സോയ ചങ്ക്സിലേക്ക് നന്നായിട്ട് കവറായി വന്നു. ഇത് നമ്മുടെ ചില്ലി ഗോബിയൊക്കെ ചെയ്യുന്ന പോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടല്ല ഫ്രൈ ചെയ്യുന്നത്. ഇത് ഈ രീതിയിലാണ്, ഓരോന്നും ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഗ് മഞ്ചൂരിയൻ ചെയ്തപ്പോൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ് മുട്ട ഫ്രൈ ചെയ്തെടുത്തത്. അത് മഞ്ചൂരിയൻ റെസിപ്പി ആയിരുന്നു. ഇതിപ്പോൾ ചില്ലി റെസിപ്പി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ സോയ ചങ്ക്സ് നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് എണ്ണ വലിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇതായിരുന്നു. കൂടുതൽ എണ്ണയാകുമ്പോൾ കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആകെ ആ എണ്ണയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണയിൽ ചെയ്യരുത് ആരും ഈ റെസിപ്പി. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇല്ലെങ്കിൽ നമ്മളന്ന് എഗ് നൂഡിൽസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചൈനീസ് റെസിപ്പീസിൽ അവരുടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നമ്മുടെ നല്ലെണ്ണ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കെന്തോ നല്ലെണ്ണയുടെ ടേസ്റ്റ് അത്രയ്ക്ക് നമ്മുടെ അച്ചാറിലൊക്കെ പറ്റും, പക്ഷെ അല്ലാതെ കറികളിൽ നല്ലെണ്ണയുടെ ടേസ്റ്റിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ റെസിപ്പിയൊക്കെ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കറക്റ്റായിട്ട് ചൈനീസ് റെസിപ്പി അല്ലല്ലോ, നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ കേരള സ്റ്റൈലാക്കിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് ഉലർത്തിയത് എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ ഇട്ടിരുന്ന റെസിപ്പി ഇല്ലേ, ആ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിരുന്നു. സോയ ചങ്ക്സ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് പിഴിയുക. ഒരു 3-4 എണ്ണ എടുത്തിട്ട് കൈയുടെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിഴിയുക. അതിനുശേഷം വീണ്ടും പിഴിയുക. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി പിഴിയുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം പോകണം സോയ ചങ്ക്സിൽ നിന്ന്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കാതെ തന്നെ ഇരിക്കുന്നത്. ഇതിലിപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സോയ ചങ്ക്സിൻ്റെ ഒരു സൈഡ് മറിച്ച് അടുത്ത സൈഡിലേക്ക് ആക്കി ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ആയി പോവും. എല്ലാ സൈഡും ഒരുപോലെ കളറായി വരും. നമ്മളിതിൽ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ടാണ് ലൈറ്റായിട്ടേ കളറുള്ളൂ. ബാക്കിയുള്ള കളർ നമ്മൾ ഇനിയിപ്പോൾ ഗ്രേവി റെഡിയാക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ. കളർ മീൻസ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. ഫോർക്ക് ആകുമ്പോൾ നമുക്ക് ഇളക്കാൻ എളുപ്പമാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർക്ക് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ നമ്മൾ കയ്യിലോണ്ട് ഇളക്കുമ്പോൾ കയ്യിൽ തട്ടിയിട്ട് അതിൻ്റെ സൗണ്ട് വരുമ്പോൾ പറയുന്ന കാര്യം കേൾക്കാൻ കറക്റ്റായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഫോർക്ക്. പിന്നെ നമുക്കതിപ്പോൾ വിട്ട് കിട്ടാനിപ്പോൾ ചില പീസുകളൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് പതുക്കെ ഇങ്ങനെ വിടിച്ചെടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ആയി. നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം എണ്ണയിൽ നിന്ന് പോരാ. ഞാൻ ഫ്ലെയിം കുറച്ചു കേട്ടോ, അതിനുശേഷമാണ് എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. നമുക്ക് ബാക്കിയുള്ള സോയ ചങ്ക്സ് ഇതുപോലെ കുറച്ചായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഇതുണ്ടോ, ഈ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതുപോലെ ക്രിസ്പി ആകുമ്പോഴാണ് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. അധികം എണ്ണയൊന്നും വലിച്ചിട്ടില്ല. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയത് കണ്ടോ, വളരെ കുറച്ച് എണ്ണയെ കുറഞ്ഞിട്ടുള്ളൂ, അധികം എണ്ണ കുറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ വെക്കാം. നമ്മൾ ഈ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒഴിക്കാൻ പോകുന്നത്. കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നില്ല, കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിൽ ഇഞ്ചി യൂസ് ചെയ്യില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തില്ലേ നമ്മുടെ സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്തപ്പോൾ. പിന്നെ ഇതൊന്ന് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരും. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വെളുത്തുള്ളി ഒന്ന് ഹാഫ് കുക്കായിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഒന്ന് കുക്കായി വരും. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെ കുക്കാവും. പിന്നെ ചില റെസ്റ്റോറൻറ്റ്സിൽ ഇത് നീളത്തിൽ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ, ചില റെസ്റ്റോറൻറ്റ്സിൽ റൗണ്ടിൽ കട്ട് ചെയ്യാറുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത് എപ്പോഴും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് എടുത്തതിന് ശേഷം കൈ കഴുകാൻ മറക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ അറിയാതെ കണ്ണിൽ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ കണ്ണ് നീറും. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് പൊട്ടിത്തെറിക്കണൊക്കെ ഉണ്ട്. പച്ചമുളക് അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി നമ്മളിപ്പോൾ എൻ്റെ കൈയൊന്ന് പൊള്ളി, പച്ചമുളകിൻ്റെ ഒരു അരി വീണിട്ട് കൈ പൊള്ളി. പച്ചമുളകും ഒന്ന് കുക്കായി തുടങ്ങി. പച്ചമുളക് അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി നമ്മളിപ്പോൾ എൻ്റെ കൈയൊന്ന് പൊള്ളി, പച്ചമുളകിൻ്റെ ഒരു അരി വീണിട്ട് കൈ പൊള്ളി. പച്ചമുളകും ഒന്ന് കുക്കായി തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സവാള ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട്, നമ്മുടെ ഓണിയൻസ് കുക്ക് ആവേണ്ട, ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ഓണിയൻസ് സോട്ടായി, ഇത്ര മതി. വല്ലാതെ അങ്ങ് ഓവറായിട്ട് സോട്ടായി പോകണം. എനിക്ക് ആ ഓണിയൻസ് ഒന്ന് കടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത്തിരി കൂടി സോട്ട് ആവണം എന്നുള്ളവർക്ക് സോട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഞാനപ്പോൾ ഇത്ര സോട്ട് ചെയ്യുന്നുള്ളൂ. വീണ്ടും ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് ചില്ലി സോസാണ്.
ഞാനിപ്പോൾ റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഗ്രീൻ ചില്ലി സോസ് ഉള്ളൂന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ പാനിന് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ സോസുകളെല്ലാം ചേർത്തിട്ട് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് സോയ സോസാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചേർക്കാം. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. 1 ടീസ്പൂൺ വിനിഗറാണ്. വിനിഗറിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി സോയ പുളി കൂടിയ സോയ ആയി പോവും. അതുകൊണ്ട് കുറച്ച് വിനിഗർ ചേർക്കുക. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഈ സോസിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയും കൂടി ഒന്ന് മിക്സായി കാരമലൈസായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കളർ കിട്ടും. കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. സോസുകളും അതുപോലെ തന്നെ നമ്മുടെ ഒനിയനൊക്കെ ഒന്ന് മിക്സായി വരണം, ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ അത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നമ്മൾ കോൺഫ്ലവറും കൂടി ചേർത്ത് സോയ ചങ്ക്സും കൂടി ചേർത്തതിന് ശേഷം മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഉപ്പ് കുറവായിരിക്കും. എന്തായാലും സോസുകൾക്കൊക്കെ ഉപ്പുണ്ട്, എങ്കിലും കുറച്ച് ഉപ്പ് കുറവായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നും ചേർത്തില്ലല്ലോ. ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ്, ഞാനിപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവറാണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ, ഒരു കളറിന് വേണ്ടി മാത്രമാണ്. ഈ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണ്ട. ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ കാശ്മീരി ചില്ലി ഒന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ സോസുകൾ ചേർത്തൊപ്പം തന്നെ ചേർക്കേണ്ടായിരുന്നു, അത് നീക്കി വെച്ചതുകൊണ്ട് അതിൻ്റെ കാര്യം വിട്ടുപോയി. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. ഒന്ന് മിക്സായി നല്ല ചൂടായതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി കിട്ടും കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കോൺഫ്ലവർ ചേർക്കാം. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് കംപ്ലീറ്റ് ഒഴിച്ചു. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുകയാണ്, വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നു. നമ്മുടെ സോയ ചങ്ക്സിൽ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ മസാല ഗ്രേവിയൊക്കെ ആയി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഈ സോയ ചങ്ക്സ് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറിയാക്കിയിട്ടും കൊടുക്കാം. എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചില്ലി സോയ ഫൈനൽ സ്റ്റേജിലായി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ എരിവ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ പുളി കുറവാണെങ്കിൽ വിനിഗർ ആഡ് ചെയ്യുക, എരിവ് കുറവാണെങ്കിൽ ചില്ലി സോസ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തതിന് ശേഷം പറയാം. ഞാനിപ്പോൾ എരിവ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ആയി ചില്ലി സോസ്. അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തു. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം വെള്ളം ചേർത്തപ്പോൾ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് വെള്ളം ചേർക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഗ്രീൻ പാർട്ടുണ്ടല്ലോ, കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. കുറച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇളക്കുക, ചൂടോടെ കഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ചില്ലി സോയ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള കളറായിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ചില്ലി ചിക്കൻ, ചില്ലി ബീഫൊക്കെ പോലെയുള്ള കളറായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കളർ ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കളർ ചേർക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ പെർമിറ്റഡ് ഫുഡ് കളർ ചേർക്കാം. അപ്പോൾ എല്ലാവരും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ചില്ലി സോയ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുകൊണ്ടാ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്